എൻ്റെ പൊന്നോ! ഒരു രക്ഷയുമില്ലാത്ത എപ്പിസോഡാണ് ട്ടോ ഇതിന് നടന്നത്. അഗ്നിപരീക്ഷയുടെ 4-മത്തെ എപ്പിസോഡ്. പൂര അടിയും. പൂജയ്ക്ക് പിന്നെ ഇല്ലാത്ത ചീത്തകളൊന്നുമില്ല. എല്ലാ ജഡ്ജസും ഇട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂജയ്ക്ക്. അപ്പോൾ ഇവർക്ക് ആദ്യമേ തന്നെ 4 ഗ്രൂപ്പായി ഇവരെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പേര് 4 പേരിന്ന് പോകുന്നുണ്ട്. അത് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനാണ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടി ഇതിൽ പോയിട്ടുണ്ട് ട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവർ 4 ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ഈ 4 ഗ്രൂപ്പിൽ നിന്നിട്ട് ഓരോരുത്തരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. റനീഷ, അഖിൽമാരാര്, അതുപോലെ തന്നെ റിയാസ് സലീം, അതുപോലെ രഞ്ജിനി ഹരിദാസ്. ഇങ്ങനെ 4 പേരുടെ ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ കളിക്കാൻ കയറുന്ന അഖിൽമാരാരുടെ ഗ്രൂപ്പാണ്. അഖിൽമാരാരുടെ ഗ്രൂപ്പ് കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ റനീഷയുടെ ഗ്രൂപ്പിലെ ആൾക്കാർ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഉണ്ടാക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം മറ്റുള്ളവരെ തെറ്റിക്കാന്ന് ഇവരുടെയും കൂടി കടമയാണല്ലോ. ഇതിനെതിരെ നമ്മുടെ പൂജയ്ക്ക് ദേഷ്യം വന്നു. ഭയങ്കര ദേഷ്യത്തിൽ അവരെ ചീത്ത പറയും. കണ്ണ് പൊട്ടുന്ന രീതിയിൽ നിന്ന് ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉള്ളവർ പറയുന്നുണ്ട്, അടങ്ങടി, അടങ്ങ്, നീ അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പൂജയോട്. ഇത് കണ്ടിട്ട് അഖിൽമാരോട് ചോദിക്കുന്നുണ്ട്, പൂജ എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ്? അപ്പോൾ പൂജ പറയുന്നത്, സാറേ കോൺഫിഡൻസ് തെറ്റിക്കാൻ വേണ്ടി നോക്കുകയാണ് ഇവർ. താഷിയുടെ കോൺഫിഡൻസ് ആണ് തെറ്റിക്കാൻ നോക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നിങ്ങൾ അവിടെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അഖിൽമാരൊരു ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി പറയുന്നുണ്ട്, നിങ്ങൾ കലമ്പിക്കോളൂ, പക്ഷെ ഇത്രത്തോളം നിങ്ങൾ അലമ്പാൻ നിൽക്കരുത്. തെറ്റാണെങ്കിൽ അവർക്ക് തെറ്റിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണെന്നൊക്കെ പറഞ്ഞ് രഞ്ജിനി അവരെ പൂര ചീത്ത പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പൂജനെ പറയുന്നുണ്ട്, പൂജ നിന്നെ ഞങ്ങൾ കുറേ നേരമായി നോട്ട് ചെയ്യുന്നുണ്ട്. ഇത് നീ മൈൻഡ് പോലും ചെയ്യില്ല പൂജ. നീ എന്താണിത്, അഗ്രഷനൊക്കെ ആവാം, ഒരാൾക്ക് അഗ്രഷനൊക്കെ ആവാം, പക്ഷെ ഇത്രത്തോളം ആവരുത്. ഒരു പരിധിക്ക് അപ്പുറം അഗ്രഷൻ ആയിക്കഴിഞ്ഞാൽ അത് കാണാൻ രസമല്ല. ഇനി തന്നെ ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല, താൻ അവിടെ ഇരിക്കും. അപ്പോൾ മാം ആക്ച്വലി താഷിയുടെ കോൺഫിഡൻസ് കളയാൻ നോക്കിയപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആവാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് രഞ്ജിനി പൂര ചീത്ത പറഞ്ഞിട്ട് ഇനി ഞാൻ പൂജയെ മൈൻഡ് പോലും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തുന്നുണ്ട്. അങ്ങനെ 4 ഗ്രൂപ്പിന് അത്യാവശ്യം നല്ല കട്ട് കെട്ടി ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിന് ഇതൊന്നും അറിയില്ലല്ലോ. ഫസ്റ്റ് തന്നെ കയറുമ്പോൾ നമുക്ക് എന്താണ് കളികളെന്നൊന്നും അറിയില്ല. അപ്പോൾ അവരുടെ കണ്ടുകൊണ്ടാണ് സെക്കൻഡും തേർഡും ഫോർത്തും കളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പുകാർ നന്നായി കളിച്ചു. അവർക്ക് തന്നെ ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. അവർ നന്നായി കളിച്ചിട്ടുണ്ട്. അവർക്ക് ഒന്നും അറിയാതെ തന്നെ അവർക്ക് കളിച്ചിട്ടുണ്ട്. അഖിലിൻ്റെ ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് 3 പേരെ വീതം അവർ തിരഞ്ഞെടുക്കും. ഏറ്റവും ബാഡ് പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ 4 ഗ്രൂപ്പിൽ നിന്നും 3 പേരെ വെച്ച് തിരഞ്ഞെടുത്തു. ആ 3 പേരിൽ 12 പേരാണ് മൊത്തം അങ്ങനെ ഉള്ളത്. പക്ഷേ അതിൽ ഫസ്റ്റ് കിട്ടിയ അഖിലിൻ്റെ ഗ്രൂപ്പിലുള്ള 3 പേരെ ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് കിട്ടിയ ഗ്രൂപ്പിൽ അതുപോലെ ലീസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ 3 പേരെ ഇതിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ അഖിലിൻ്റെ ഗ്രൂപ്പിൽ നിന്നിട്ട് നല്ല പെർഫോമർ എന്ന് തിരഞ്ഞെടുത്തത് ഷിജുവിനെയാണ് കേട്ടോ. അത് 2-മത്തെ വട്ടമാണ് ഈ ഇൻഫിനിറ്റീവ് ലോക്കറ്റ് കിട്ടുന്നത് ഷിജുവിന്. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ പൂജയുടെ ഗ്രൂപ്പ് വന്നു. അത് റിയാസിൻ്റെ ഗ്രൂപ്പാണ് പൂജയുടെ ഗ്രൂപ്പ് വന്നപ്പോൾ പൂജ ഭയങ്കര അഭിനയം കേട്ടോ. അഭിനയം പറയാതിരിക്കാൻ വേണ്ടി നന്നായി അഭിനയം കാഴ്ചവെച്ചു. അതായത് ഇവർക്ക് ഈ ഡമ്പലെടുത്ത് പൊക്കണം. ഡമ്പലെടുത്ത് പൊക്കുന്നത് ഇവർ പറയും 70 കിലോ പൊക്ക് എന്ന് പറയുമ്പോൾ ഈ ഡമ്പൽ അത്ര കിലോനൊന്നും ഇല്ല, പക്ഷെ ഇവർ അഭിനയിക്കണം, 70 കിലോ പൊക്കുന്ന രീതിയിൽ അഭിനയിക്കണം. അങ്ങനെയാണ് ഈ ഡമ്പലും ബാർബലൊക്കെ എടുത്തിട്ട് അഭിനയിക്കണം. അപ്പോൾ പൂജ അത് അഭിനയിച്ചത് 51 കിലോ എടുത്ത് പൊക്കൂ എന്ന് പറഞ്ഞപ്പോൾ പൂജ അഭിനയിച്ചു. പൊക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് വയ്യ, എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചു. ഭയങ്കര അഭിനയമായിരുന്നു. അപ്പോൾ ഇവർ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല, ഞാൻ തന്നെ 50 കിലോയാണ്, അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് 50 കിലോ പൊക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പക്ഷേ പൂജയ്ക്ക് ലീസ്റ്റ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ഡേഞ്ചർ സോണിൽ ഇടുകയാണ് ചെയ്തത് പൂജനെ. രചനയ്ക്കാണ് അതിൽ ഇൻഫിനിറ്റീവ് ലോക്കറ്റ് കിട്ടിയിരിക്കുന്നത്. റിനിഷയുടെ ഗ്രൂപ്പിൽ ഷിഞ്ചിത്തിനാണ് ഇൻഫിനിറ്റീവ് പെൻഡൻറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ വലിയ പെർഫോമൻസ് നന്നായി ചെയ്യുന്നെങ്കിലും ആളെ നമുക്ക് അത്ര പരിചയമൊന്നുമില്ല. കാരണം ആളൊന്നിലും പേഴ്സണാലിറ്റി ഒന്നും കാണിക്കാനൊന്നും ആൾ നിന്നിട്ടില്ല. അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസിൻ്റെ ഗ്രൂപ്പിൽ പ്രവീണാണ് ഇൻഫിനിറ്റീവ് പെൻഡൻറ്റ് കിട്ടിയിരിക്കുന്നത്. ആൾ പ്രവീണും അത്ര നന്നായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ റിയാസിൻ്റെ ഗ്രൂപ്പിന് 4-മത്തെ റാങ്കും, റിൻഷയുടെ ഗ്രൂപ്പ് 3-മത്തെ റാങ്കും, രഞ്ജിനിയുടെ ഗ്രൂപ്പ് 2-മത്തെ റാങ്കും, അഖിലിൻ്റെ ഗ്രൂപ്പ് ഫസ്റ്റ് റാങ്കും ആയിട്ടാണ് ഈ കളികളിൽ നിൽക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് കയറിയ ഗ്രൂപ്പാണ് അഖിലിൻ്റെ, അതിർക്ക് തന്നെ ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരിൽ നിന്നിട്ട് ഈ 9 പേരിൽ നിന്ന് 3 പേരെ ഒഴിവാക്കിയല്ലോ. 12 പേരുള്ള എലിമിനേഷനുള്ള 12 പേരിൽ 3 പേരെ ഒഴിവാക്കി. ബാക്കി 9 പേരിൽ നിന്ന് 4 പേര് ഔട്ടാകാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അനഘ ഔട്ടായി, എലിമിനേറ്റായി. അമൽ ഔട്ടായി 2-മത്തെ ഗ്രൂപ്പിൽ നിന്നിട്ടും. അസിയ ഔട്ടായി. അതുപോലെ ലാസ്റ്റ് നമ്മുടെ ശ്യാം ഉണ്ടല്ലോ, എല്ലാവരും പറ്റിച്ചിട്ട് താക്കോലൊക്കെ മേടിച്ച് നടക്കുന്ന ഒരു പയ്യുണ്ടല്ലോ, അവന് ഭയങ്കര കുറുക്കുവിദ്യയുള്ള ആളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ താക്കോല് ആരെന്നോ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടൊക്കെ പറ്റിക്കാൻ നോക്കി. അങ്ങനെ ശ്യാമൻ എല്ലാവർക്കും പരിചയമാണ്. അപ്പോൾ ഈ ശ്യാമും പൂജനുമാണ് അവസാനം നിർത്തിയപ്പോൾ ഇവരിൽ ഒരാൾ പോകുന്നു പറഞ്ഞു. അപ്പോൾ ആ പോയ ആൾ ആരാച്ചാൽ പൂജയാണ്. പൂജ ഭയങ്കര അഗ്രഷനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പൂജനെ വിടുന്നത്.
പക്ഷെ ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ അഗ്രഷനുള്ള ആൾക്കാരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ ബിഗ് ബോസിന് ആവശ്യം. സാധാരണ നമ്മുടെ രീതിയിലുള്ള നമ്മുടെ നാട്ടു നടപ്പിലുള്ള നീതി അനീതി അതിനൊന്നും അവിടെ സ്ഥാനമില്ല. ഇവിടെ അഗ്രഷൻ ആർക്കാണുള്ളത്, അല്ലെങ്കിൽ തുറന്നു പറയുന്നവരാരാണോ അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവരാരാണോ അവരാണ് ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കുന്നത്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നത്. അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് പോലും ആരും നോക്കൂല. അപ്പോൾ ഈ പൂജ എന്നൊരു മെറ്റീരിയലിനെ അവർ എലിമിനേറ്റ് ചെയ്തത് അത്ര നന്നായില്ല എന്നെൻ്റെ അഭിപ്രായം. അങ്ങനെ രഞ്ജിനിക്ക് ഭയങ്കര ദേഷ്യമായി പൂജനെ, എല്ലാവർക്കും ദേഷ്യമായി. പക്ഷെ റിയാസ് എന്തുകൊണ്ടോ പൂജനെ ചീത്ത പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും ദേഷ്യമാണ്. പക്ഷേ ഈ ദേഷ്യം, നമുക്കൊരാളുടെ ദേഷ്യം കൊണ്ട് ഒരിക്കലും നമ്മൾ എലിമിനേറ്റ് ചെയ്യരുത്. കാരണം അങ്ങനെ ഒരു മെറ്റീരിയൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരും നേറിയുള്ള കളികളൊന്നുമില്ല, ഒക്കെ കുറുക്ക് വിധിയിൽ കൂടെയുള്ള കളികൾ. അങ്ങനെ പറ്റിച്ച് ഇങ്ങനെ പറ്റിച്ചൊക്കെ കളിക്കാൻ പറ്റുന്നതാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ പൂജ അവിടെ ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. പക്ഷെ അവർക്ക് എന്തോ അവരുടെ മാനസികമായിട്ട് പൂജയോട്ടുള്ള ദേഷ്യം കൊണ്ടാണ് പൂജയെ വിട്ടത്. അപ്പോൾ ഇന്നത്തെ എലിമിനേഷൻ അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും എലിമിനേറ്റ് ചെയ്ത് ഇത്രയും നാളും എലിമിനേറ്റ് ചെയ്തത് വളരെ ശരി തന്നെയാണ്. പക്ഷെ പൂജ എലിമിനേറ്റ് ചെയ്തത് ശരിയായില്ല. അതിനെ പിടിച്ച് കയറ്റേണ്ടായിരുന്നു. ഹൗസിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇത്ര ബാഡ് ക്യാരക്ടറുള്ള ആൾക്കാർ ചിലപ്പോൾ ആ കുട്ടി അഭിനയിക്കുന്നതായിരിക്കും ബാഡ് ക്യാരക്ടറായിട്ട്, കാരണം സ്ഥാനം കിട്ടാൻ വേണ്ടി. പക്ഷെ എന്തായി, അഭിനയം കുട്ടിയുടെ കൂടുതൽ നാശത്തിലേക്ക് വഴിതെളിച്ചു. അതായത് വളരെ ചീത്ത രീതിയിലാണ് ആ കുട്ടി അഭിനയിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പിടിച്ച് പുറത്താക്കിയത് തന്നെ കേട്ടോ. അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ളൂ. അതിന് മുന്നേ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ.